ഹലോ ഡിയേഴ്സ്, പുഷ്പ ടു ദ റൂൾ. ഒമ്നി മാറി പജറോ ആയി, പിന്നെ കൊട്ടാരം കണക്കിനുള്ള ഒരു വലിയ വീടായി, സിൻഡിക്കേറ്റിന്റെ വൺ ആൻഡ് ഓൺലി കിങ് ആയി മാറിയിരിക്കുന്നു. ഫസ്റ്റ് പാർട്ടിന്റെ ക്ലൈമാക്സിലെ അവസാനം ഫഹദ് ഫാസിലിന്റെ ഷെഖാവത്ത് സാറിനോട് പറയുന്ന ഡയലോഗുണ്ട്, ചോര കറന്ന കൈ പുറകിലിങ്ങനെ അടിച്ചിട്ട് ഇതാണ് എൻ്റെ ബ്രാൻഡ് എന്ന് പറയുന്നത്. അതങ്ങ് ബ്രാൻഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഈ പറയുന്ന പോലെ പളവളപ്പൻ ഡ്രസ്സുകളും അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും വില കൂടിയ സാധനങ്ങളിലേക്കൊക്കെ ഉള്ള ആക്സസ് ഇപ്പോൾ പുള്ളിക്ക് ഉണ്ടെങ്കിൽ പോലും പുള്ളിയുടെ സ്വഭാവത്തിൽ വലിയ മാറ്റമൊന്നുമില്ല. ഇതിനകത്തിലേക്ക് നോക്കുമ്പോൾ ആദ്യം കുറേ നേരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാൻ മസാല ചവ ഇച്ചിരി കൂടുതലാണ്. ഇരിക്കുന്നിടത്ത് ഇരുന്ന് കണ്ടിടത്തോട്ട് തന്നെ തുപ്പുന്ന ഒരു രീതി വരെയുള്ള അതേ ലോക്കൽ പുഷ്പ തന്നെയാണ് പുഷ്പ ടൂവിലും കാണുന്നത്. ഫസ്റ്റ് ഹാഫിൽ പറയുമ്പോഴത്തേക്ക് ആദ്യം തന്നെ ഫഹദ് ഫാസിലിൻ്റെ കാര്യം തന്നെയാണ് നമ്മുടെ ഷെഖാവത്ത്. എക്സ്പെക്റ്റഡ് എന്നല്ലെങ്കിൽ നമുക്കൊരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ, അതേപോലെ തന്നെയാണ് അതിൻ്റെ ആ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ടേക്ക് ഓഫ് സിനിമയിൽ നടക്കുന്നത്. ഗംഭീരമായിട്ട് അത്രയും പ്രാധാന്യമുള്ള അത്രയും സ്ക്രീൻ പ്രസൻസോ സ്പേസോ ഒക്കെ ഉള്ള രീതിയിൽ തന്നെയാണ് ആ ക്യാരക്ടർ വരുന്നത്. അതൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ്. പിന്നെ പുള്ളി പെർഫോം ചെയ്ത് തകർക്കും എന്നുള്ളത് തന്നെയാണ് നമ്മളുടെ ഒരു എക്സ്പെക്റ്റേഷൻ. ഫസ്റ്റ് ഹാഫിൽ ഈ പറയുന്ന പോലെ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ, അല്ലെങ്കിൽ ഈ പറയുന്ന ചന്ദന വേട്ടയ്ക്ക് പിറകെ അല്ലെങ്കിൽ എങ്ങനെയും പുഷ്പയെ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഷെഖാവത്ത് നടക്കുന്നു. ഫഹദ് ഫാസിൽ ടേക്ക് ഓഫ് ഒക്കെ ഭയങ്കര സൂപ്പറായിരുന്നു. പക്ഷെ പോകെ പോകെ പെട്ടെന്ന് പഴയ ഏതോ ഒരു ബാലമംഗളം അതുപോലെയുള്ള ഏതോ ഒരു ഇതിലെ ക്യാരക്ടർ ജമ്പൻ്റെ പോലെ ആയി പോകുന്നു എന്ന് തോന്നിപ്പോയി. കാരണം ഈ മുട്ടയൊക്കെ അടിച്ചിട്ട് പുള്ളി കോമഡിയും കാര്യങ്ങളും ഒക്കെ കാണിക്കുമ്പോഴത്തേക്ക് എവിടെയൊക്കെയോ ആ ഒരു ക്യാരക്ടർ സ്ലിപ്പാകുന്നതായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കുറയുന്നതായിട്ടോ ഒരു കോമഡി പീസ് പോലെ ആയി മാറുന്നതായിട്ടോ ഒക്കെ ചിലയിടത്തൊക്കെ തോന്നിപ്പോയി. പിന്നെ ഒരു കാര്യമുണ്ട്, എന്തായാലും നായകനെ വിജയിക്കത്തുള്ളൂ. പിന്നെ നമ്മളുടെ ഫഹദ് ഫാസിൽ എന്ന് പറഞ്ഞ് കാണുന്നത് കൊണ്ടായിരിക്കാം നമുക്ക് അങ്ങനെ ഒരു ഫീൽ വരുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അടുത്ത ഒരു മെയിൻ താരം എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് പുഷ്പയുടെ നായിക, ഇതിൽ ഭാര്യ ശ്രീവള്ളിയായിട്ട് വരുന്ന രശ്മിക മന്ദാന. ഞാൻ ഈ സിനിമ കണ്ടത് മലയാളം ഡബിലല്ല, ഇതിൻ്റെ തെലുങ്ക് ഒറിജിനൽ വെർഷനിൽ തന്നെയാണ്. എനിക്ക് ഇതിൻ്റെ അകത്തിൽ ഈ രശ്മിക മന്ദാനയുടെ ക്യാരക്ടറിനകത്തിൽ സത്യത്തിൽ ഫസ്റ്റ് ഞാൻ കണ്ടത് മലയാളം ഡബ് ആണ്. അതിനകത്തിലുണ്ടായിരുന്ന ഒരു ക്രിഞ്ച് എഫക്റ്റോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യമൊന്നും എനിക്ക് ഇതിലധികം ഫീൽ ചെയ്തില്ല. തെലുങ്കിൻ്റെ ഒറിജിനൽ വെർഷൻ കണ്ടതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ക്യാരക്ടർ ഭയങ്കര രസമാണ്. ഈ പുഷ്പ എന്ന് പറയുന്ന ക്യാരക്ടറിനെ അവർ എത്രത്തോളം ഡീറ്റെയിൽ ചെയ്യുന്നു അല്ലെങ്കിൽ കുറേ കൂടെ ന്യൂവാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പുഷ്പയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ടുണ്ടോ, അതൊന്നും തന്നെ ഈ പറയുന്ന ക്യാരക്ടറിനകത്തൊരു ശ്രദ്ധ കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു കൊമേഴ്സ്യൽ എലമെൻ്റോ ഒക്കെ മാത്രമേ നോക്കുന്നുള്ളൂ. ഇപ്പോൾ പുഷ്പ ലോക്കലാന്ന് പറയുന്ന പോലെ തന്നെ വളരെ ലോക്കലായിട്ടുള്ള ഒരു ആൾ തന്നെയാണ് ശ്രീവള്ളി. ഇതിനകത്തിലാണെങ്കിൽ ശ്രീവള്ളിക്ക് ചില കാര്യങ്ങളിലൊക്കെ ഭയങ്കര ആക്രാന്തം കൂടുതലാണ്. അതിന് നേരമോ കാലമോ പരിസരമോ ഒന്നും നോക്കാത്ത ഒരു ഭാര്യയായിട്ടാണ് ശ്രീവള്ളി ഇതിനകത്തിൽ വരുന്നത്. അതായത് ഭർത്താവിനെ അർജൻറ്റായിട്ട് CM മീറ്റ് ചെയ്യാൻ പോകേണ്ടപ്പോഴും വീട്ടിൽ സിൻഡിക്കേറ്റിൻ്റെ വലിയ ടീമുകളെല്ലാം കൂടെ വന്ന് മീറ്റിങ്ങിൽ ഇരിക്കുമ്പോഴും പുള്ളിക്കാരിയുടെ ഈ പറയുന്ന ആക്രാന്തം അല്ലെങ്കിൽ കൊതിയൊക്കെ ഭർത്താവിനെ അടുക്കളയിൽ വരെ വിളിച്ച് തീർക്കുന്ന ഒരു രീതിയിലുള്ള ഒരു ക്യാരക്ടറായിട്ടാണ് രശ്മിക മന്ദാനയുടെ. പിന്നെ ഒരു രശ്മിക മന്ദാനയുടെ കാര്യം വീണ്ടും പറയുമ്പോൾ ഇതിനകത്തിലെ ഡാൻസസ്, ഇതിനകത്ത് ഫീലിങ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു പാട്ടുണ്ടല്ലോ, DSPയുടെ മ്യൂസിക് ഡയറക്ഷനാണ്. ആ പാട്ടിൻ്റെ കൊറിയോഗ്രഫി ചെയ്തത് ഒരു 2-3-4 പേരുടെ പേര് കണ്ടു. ഈ കൊറിയോഗ്രഫി ഇത് ആരാന്നേലും ഇതിൻ്റെ കൊറിയോഗ്രഫി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ പഴയ ആൾക്കാരൊക്കെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഇത് എന്ത് ആഭാസമാണ് അല്ലെങ്കിൽ ഇത് എന്ത് പേക്കൂത്താണ് അല്ലെങ്കിൽ എന്ത് അഴിഞ്ഞാട്ടമാണ് ഈ കാണിക്കുന്നതെന്നൊക്കെ തോന്നിപ്പോകുന്ന അല്ലെങ്കിൽ പറഞ്ഞു പോകുന്ന രീതിയിലുള്ള ഒരു കൊറിയോഗ്രാഫി ആയിട്ടാണ് അത് തീർച്ചയായിട്ടും തോന്നിയത്. അത് ആ സത്യത്തിൽ അതിൻ്റെ ആ ഒരു വൃത്തിയോട് മനസ്സിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു അതിനെ മ്യൂട്ട് ചെയ്തിട്ട് ശബ്ദമില്ലാതെ ആ പാട്ട് കണ്ടു നോക്കിക്കഴിഞ്ഞാൽ ഇത് ഭയങ്കര വിറ്റായിരിക്കും. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ കൊറിയോഗ്രാഫി ചെയ്ത ആൾ ഇതിനൊരു റെഫറൻസ് ആയിട്ട് എടുത്തത് ഇനി വലിയ കാമസൂത്രയിലെ സെക്സ് പൊസിഷൻസോ അങ്ങനെ വല്ലതും ആണോ എന്ന് പോലും സംശയിക്കുന്ന രീതിയിൽ ആണ് ഇതിൻ്റെ കൊറിയോഗ്രഫിയൊക്കെ പോയത്. അല്ലു അർജുൻ സർപ്രൈസിംഗ്ലി ഞാനിത് ആദ്യമായിട്ടാണ് അല്ലു അർജുൻ്റെ ഒരു സിനിമ തെലുങ്ക് ഒറിജിനൽ വെർഷൻ കാണുന്നത്. അപ്പോൾ തെലുങ്ക് ഒറിജിനൽ വെർഷൻ കണ്ടപ്പോൾ എനിക്ക് അല്ലാത്തപ്പം അല്ലു അർജുൻ്റെ വോയിസിനോട് അത്ര ഭയങ്കര ഒരു വോയിസ് ആണ് എന്നൊന്നും തോന്നിയിട്ടൊന്നുമില്ല. പക്ഷേ ഇതിനകത്ത് അവർ ടെക്നിക്കലി ഇതിനകത്തിൽ എന്തെങ്കിലും ഒരു ഇംപ്രവൈസേഷൻസ് ആ വോയിസിന് വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളതൊന്നും അറിയത്തില്ല. എന്നാലും ഇതിനകത്ത് ഭയങ്കരമായിട്ടുള്ള ഒരു ബേസ് ഒരു വോയിസ് ആണ് പലയിടത്തും പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ അയാളുടെ ഡയലോഗ് ഡെലിവറി, പുള്ളിയുടെ ആ ഒരു വോയിസ് മോഡുലേഷൻ, പ്ലസ് ഇതിനകത്തിലൊരു ലോക്കൽ സ്ലാങ് പിടിച്ചിട്ട് പലപ്പോഴും പുള്ളി പാൻ മസാല ചവച്ചുകൊണ്ടൊക്കെ ഉള്ള രീതിയിലൊക്കെയാണ് ആ ഡയലോഗുകൾ ഡെലിവറി ചെയ്യുന്നതൊക്കെ.
അത് വളരെ രസകരമായിട്ട് അല്ലെങ്കിൽ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയാണ് അല്ലു അർജുൻ്റെതെന്നാണ് എനിക്ക് തോന്നിയത്. നമുക്ക് മലയാളികൾക്ക് എപ്പോഴും അല്ലു അർജുൻ എന്ന് പറയുമ്പോഴത്തേക്ക് ജിസ്ജോയുടെ ഒരു വോയിസ് നമുക്ക് ഉള്ളിൽ രജിസ്റ്റർ ആയി കിടക്കുന്നതാണ്. അപ്പോൾ ചിലപ്പം ഈ പറയുന്ന പോലെ ജിസ്ജോയുടെ വോയിസ് തന്നെ കേൾക്കണം എന്നൊരു തോന്നൽ വരുമോ എന്നൊക്കെ ഉള്ളൊരു സംശയം. പക്ഷേ സർപ്രൈസിംഗ്ലി അല്ലു അർജുൻ്റെ വോയിസ് എന്ന് പറയുന്നത് അത് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഡബ് ചെയ്യാനായിട്ട് ഇവിടെ ജിസ്ജോയി ഒരുപാട് പാടുപെടുന്നുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട്. അതായത് ഈ പറയുന്ന ലെവലിൽ അവർ പറയുന്ന ഡയലോഗ്സ് പറയുന്ന രീതിയും എല്ലാം എൻറ്റയർലി ഡിഫറെൻ്റ് ആണ്. അതിനൊപ്പിച്ച് മലയാളത്തിൽ നമുക്ക് കൺവേ ചെയ്യുന്ന രീതിയിലേക്ക് ഈ പറയുന്ന ഡയലോഗ്സിനെയൊക്കെ പറഞ്ഞ് ഫലിപ്പിക്കുക എന്ന് പറയുന്നത് വളരെ ശ്രമകരമായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ്. അല്ലു അർജുൻ്റെ പെർഫോമൻസ് എന്ന് പറയുമ്പോൾ സിനിമ ത്രൂ ഔട്ട് അയാളുടെ ഒരു ഷോൾഡറിലാണ് ഈ ചരിഞ്ഞ് ഒരു സൈഡ് പൊക്കി പിടിച്ച് നടക്കുന്ന ആ ഷോൾഡറുകളിൽ തന്നെയാണ് സിനിമ ത്രൂ ഔട്ട് സഞ്ചരിക്കുന്നത്. ഈവൻ ഫഹദ് ഫാസിലിനെതിരെ വരുന്ന സീനുകളിൽ പോലും അല്ലു അർജുന് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അയാളുടെ ഒരു പെർഫോമൻസ് ലെവലിൽ വേറൊരു ലെവലിലേക്ക് പോയതായിട്ട് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ നാഷണൽ അവാർഡൊക്കെ ഈ പറയുന്ന പോലെ ഫസ്റ്റ് പാർട്ടിന് കിട്ടിയത് കൊണ്ടായിരിക്കും ഇതിനകത്ത് കുറച്ചുകൂടി ഒരു പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള സീൻസും ഒക്കെ വരുന്നുണ്ട്. കുറച്ച് സെൻറ്റിമെൻറ്റ്സും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഒക്കെ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ചിലയിടത്തൊക്കെ അത് നന്നായിട്ട് തോന്നി. പിന്നെ ക്ലൈമാക്സിനോടൊക്കെ അടുക്കുമ്പോഴത്തേക്ക് വീണ്ടും പലയിടത്തും ആ ഒരു എലിമെൻറ്റ് വീണ്ടും കൊണ്ടുവരുമ്പോഴത്തേക്ക് അത് ചെറിയൊരു റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും വരുന്നതിൽ അത്രയും ആവർത്തിക്കേണ്ടിയിരുന്നില്ല എന്ന് ചിലയിടത്ത് തോന്നിപ്പോയി. പിന്നെ ഈ സിനിമയിലെ എടുത്തു പറയേണ്ട ഒരു സീക്വൻസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരുപക്ഷെ പുഷ്പ 2യുടെ ഹൈലൈറ്റ് സീൻ എന്ന് പറയുന്നത് തന്നെ ഇതിനകത്തിലെ സെക്കൻഡ് പാർട്ടിൽ വരുന്ന ഗംഗമ്മ ആ ഒരു ക്ഷേത്രത്തിലെ ആ ഒരു ഉത്സവം, ഈ പറയുന്ന പോലെ സാരിയൊക്കെ കൊടുത്ത് ഒരു സ്ത്രീയുടെ ഗെറ്റപ്പോട് കൂടി വരുന്ന അല്ലു അർജുൻ്റെ ഒരു ഡാൻസും അവിടെ ഒരു ഫൈറ്റും കാര്യങ്ങളും ഉണ്ട്. ആ ഒരു ടോട്ടൽ സീക്വൻസ് എന്ന് പറയുന്നത് തന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റും ഏറ്റവും സൂപ്പർബായിട്ടുള്ള ഒരു സീക്വൻസും. അത് പറയുമ്പോൾ ഇതിനകത്തിലെ സിനിമാറ്റോഗ്രാഫി എടുത്ത് ബ്രാൻഡാണ് മിറോസ്ലാവ് ഹൂബ ബ്രോസേക്ക് എന്ന് പറയുന്ന പോളിഷ് സിനിമാറ്റോഗ്രാഫറാണ്. അദ്ദേഹം തന്നെയാണ് പുഷ്പ 1 ചെയ്തതെന്നാണ് എൻ്റെ വിഷയം. സിനിമാറ്റോഗ്രാഫി പ്ലസ് ഇതിൻ്റെ ആർട്ട് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഡിസൈൻ എന്ന് പറയുന്നത് ഗംഭീരമാണ്. ഈ ഒരു പർട്ടിക്കുലർ സീക്വൻസിൽ ഒരു ഉത്സവം നടക്കുന്നതിൻ്റെ അതിൻ്റെ ഒരു കളറും അതിൻ്റെ ഒരു ലൈറ്റിങ്ങും അതിൻ്റെ കോസ്റ്റ്യൂംസും അതൊക്കെ എന്ന് പറയുന്നത് വളരെ ഗംഭീരമായിട്ട് ആ ഒരു സീക്വൻസ് എന്ന് പറയുന്നത് തന്നെ ഗംഭീരമാണ്. പിന്നെ ഈ സീക്വൻസ് തന്നെ ഒരു എക്സ്റ്റെൻഡാണ്. സിനിമയിലുള്ള ഒരു വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഒരു ഡ്യൂറേഷനാണ്. ഓരോ ഈ പറയുന്ന സീൻ പോലും കുറച്ച് എക്സ്റ്റെൻഡഡ് ആണ്. എന്നാൽ പോലും ഇതിൻ്റെ ആ ഒരു കാണാനുള്ള അല്ലെങ്കിൽ അതിൻ്റെ മൊത്തത്തിലുള്ള ഒരു മേക്കിങ്ങും അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റും എല്ലാം ഗംഭീരമാണ്. അല്ലു അർജുൻ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ, ആ ഒരു ഡാൻസ് എന്നൊക്കെ പറയുന്നത് ഗംഭീരമായിട്ട് അയാളിൽ നിന്ന് നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കണ്ണെടുക്കാൻ തോന്നാത്ത രീതിയിൽ അങ്ങനെ അത് പെർഫോം ചെയ്യുന്നുണ്ട്. അങ്ങനെ ഡാൻസ് മൂവ്സ് ആയിട്ട് എന്തായാലും ഈ ആ ഒരു പാട്ടിന് തന്നെ ഒരു 2 വെർഷൻ ഉള്ളതുപോലെ തോന്നുന്നു. ആദ്യം ഒരു ഭയങ്കരമായിട്ടുള്ള രീതിയിൽ ഈ പറയുന്ന ഒരു സ്ത്രൈണഭാവങ്ങളും കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ആദ്യം ഒരു പോർഷൻ വരുന്നുണ്ട്. അതിനുശേഷം രശ്മിക മന്ദാനയുടെ ഒരു ഇൻവോൾവ്മെൻ്റ് അതിനകത്തിലേക്ക് വരുമ്പോൾ അതൊരു റൊമാൻറ്റിക് സൈഡിലേക്ക് മാറുന്നുണ്ട്. പിന്നീട് അതിനകത്തൊരു ഫൈറ്റ് വരുന്നു. അപ്പോൾ അതിനൊക്കെ ശേഷം അവിടെ ഒരു രശ്മിക മന്ദാനയുടെ ഏതാണ്ട് ഒരു മോണോലോഗ് പെർഫോമൻസ് പോലെ അല്ലെങ്കിൽ ഒരു ഡയലോഗ് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അവിടെയൊക്കെ അവർ വളരെ ഗംഭീരമായിട്ട് ഡയലോഗ് ഡെലിവറിയൊക്കെ ചെയ്തിട്ടുള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. തെലുങ്ക് കണ്ടതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് അവിടെയൊക്കെയാണ് തോന്നിയത്. അതൊരു ഗംഭീരമായിട്ട് അവരത് അവിടെ പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന സീനിലെ ഫൈറ്റിലേക്ക് വരുമ്പോൾ അവിടുത്തെ ഫൈറ്റോ കാര്യങ്ങളോ ഒന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. ഈ സിനിമയിൽ 1-2 നെഗറ്റീവ് കാര്യങ്ങളിൽ ഏറ്റവും വലിയൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഇതിൻ്റെ റൺ ടൈം തന്നെയാണ്. റൺ ടൈം എന്ന് പറയുന്നത് 200 മിനിറ്റാണ്. റൺ ടൈമിൽ ഡബിൾ സെഞ്ചുറി അടിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണോ മേക്കേഴ്സ് ഇങ്ങനെ ചെയ്തു വെച്ചതെന്നുള്ളത് അറിയത്തില്ല. പക്ഷേ അങ്ങനെ ചെയ്യരുതായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 3 മണിക്കൂർ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഇരിക്കാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത്രയും നേരമൊക്കെ സിനിമ അത്രയും എൻഗേജിങ് ആയിട്ട് നമ്മളെ കൊണ്ടുപോയില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ 3 മണിക്കൂർ അത് കൂടാഞ്ഞിട്ട് അതിൻ്റെ കൂടെ പിന്നെയും ഒരു 20 മിനിറ്റ് കൂടെ ഒക്കെ വരുമ്പോഴത്തേക്കെന്ന് പറയുമ്പോഴത്തേക്ക് അത് നമ്മളുടെ ആ ഒരു ആസ്വാദനത്തിനെയൊക്കെ ഭയങ്കരമായിട്ടത് ബാധിക്കും എന്തായാലും. അപ്പോൾ ഇതിനകത്തിൽ പ്രശ്നമെന്ന് പറയുന്നത് ഒരു സീരീസ് ഓഫ് വില്ലൻസ് ആണ്. അതായത് പഴയ വില്ലൻ, അതായത് സടകൊഴിഞ്ഞ പല്ല് കൊഴിഞ്ഞ സിംഹത്തെ പോലെ സുനിൽ ഇപ്പോഴും ഇതിനകത്തിലുണ്ട്. പിന്നെ മെയിൻ വില്ലനായിട്ട് ഈ പറയുന്ന പോലെ ഫഹദ് ഫാസിൽ, അത് ഏതാണ്ട് ഒരു ഫസ്റ്റ് ഹാഫ് മുഴുവൻ ഫഹദ് ഫാസിലിനെ കോൺസെൻട്രേറ്റ് ചെയ്ത് ആ ഒരു നേരത്തെ പറഞ്ഞ പോലെ ഷെഖാവത്ത് വേഴ്സസ് പുഷ്പ രീതിയിൽ ഫസ്റ്റ് ഹാഫ് മുഴുവൻ പോകുന്നു. സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോഴത്തേക്ക് പുതിയ വില്ലൻസ് വരുന്നു, അതിന് വേണ്ടിയിട്ട് പുതിയ കുറച്ച് ഇൻസിഡൻസ് ഉണ്ടാക്കുന്നു, പിന്നെ അതിൻ്റെ ഒരു എക്സ്റ്റൻഷൻ വരുന്നു, പിന്നെ ആ വില്ലന്മാരുമായിട്ടുള്ള ഫൈറ്റിനകത്താണ് ഇതിനകത്തൊരു വലിയൊരു പ്രശ്നം വന്നത്. ആദ്യത്തെ ഇൻട്രോ സീക്വൻസ് എന്ന് പറയുന്നത്
പുഷ്പ 1 നമുക്കറിയാം ജപ്പാനിൽ നിന്ന് തുടങ്ങുന്ന ഒരു അനിമേഷൻ വന്ന് നിൽക്കുന്നത് ഈ പറയുന്ന റെഡ് സാൻഡൽ അതിൻ്റെ ഒരു ചുവട്ടിലാണ്. ഈ തടിയുടെ കഥയല്ല, പക്ഷേ ഈ തടി വെട്ടുന്ന ഈ കൂലിപ്പണിക്കാരൻ്റെ കഥയാണ് എന്ന് പറഞ്ഞിട്ടാണ് പുഷ്പയിലേക്ക് നമുക്ക് ആ ഒരു പുഷ്പ 1 തുടങ്ങുന്നത്. അതേപോലെ തന്നെ ഡയറക്ടർ ഈ പ്രാവശ്യവും ജപ്പാനിലേക്ക് എത്തി. ഈ പ്രാവശ്യം അനിമേറ്റഡ് വെർഷനൊന്നും അല്ല. പോർട്ടിൽ കണ്ടെയ്നേഴ്സും അതിൻ്റെ ഇടയിൽ പുഷ്പയും അവിടെയൊക്കെ ഒരു ഫൈറ്റും ഒക്കെയാണ്. അത് ഭയങ്കര ബോറായിട്ടാണ് തോന്നിയത്. പിന്നെ ഇതിനകത്തിൽ അവസാനത്തോടടുക്കുമ്പോൾ ഒരു ഫൈറ്റ് സീക്വൻസ് ഉണ്ട്. അത് കയ്യും കാലും ഒക്കെ കെട്ടിയിട്ടിട്ട് പിന്നെ ഒരാളെ രണ്ട് കൈയും രണ്ട് കാലും കെട്ടിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെ അനങ്ങും. അവിടുന്ന് ഈ പുള്ളി റബ്ബർ ബാൻഡ് പോകുന്ന പോലെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഫൈറ്റും സീക്വൻസും ഒക്കെയാണ്. ആ ഒരു ഫൈറ്റ് സീക്വൻസ് ഇതിൻ്റെ ഈ ലെങ്ത്ത് ഈ പറയുന്നതൊക്കെയാണ് ഇതിൻ്റെ ഒരു മൈനസ് ആയിട്ട് തോന്നിയത്. പിന്നെ പുഷ്പ ഫ്രാഞ്ചൈസി എന്ന് പറയുന്നത് തന്നെ ഈ പറയുന്ന റെഡ് സാൻഡൽ വുഡ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിൻഡിക്കേറ്റ് എന്നൊക്കെ പറയുന്ന സംഭവമാണ്. പക്ഷേ ഈ ചന്ദനക്കടത്താണല്ലോ ഇതിനകത്തിലെ മെയിൻ. ഈ ചന്ദനക്കടത്ത് പരിപാടിനകത്ത് വരുമ്പോഴത്തേക്ക് എപ്പോഴും പോലീസിനെ എങ്ങനെ കബളിപ്പിച്ച്, അല്ലെങ്കിൽ ഈ ഫഹദ് ഫാസിലിൻ്റെ റോള് ഷെഖാവത്തിനെ എങ്ങനെ കബളിപ്പിച്ച് ഇത് കടത്താം. അപ്പോൾ അതിനകത്തിലൊരു ഭയങ്കരമായ ബുദ്ധി, അത് നടത്തുന്ന രീതി, ആ ഒരു പ്ലോട്ട്, അതൊക്കെ ഭയങ്കര രസകരമാക്കേണ്ടതാണ്. ഇവിടെ പക്ഷേ ഈ പറയുന്ന ചന്ദനക്കടത്തിൻ്റെ രീതികളോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ബുദ്ധിയിലോ ഒന്നും നമുക്ക് വലിയ ലോജിക്കോ അല്ലെങ്കിൽ അതിനോട് പൊരുത്തപ്പെടാനോ ഒക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടുള്ള രീതിയിലുള്ള പരിപാടികളൊക്കെയാണ് കാണിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, സിനിമ നമ്മൾ മലയാളത്തിൽ കാണുമ്പോൾ ഇതിനകത്തിൽ ഈ പറയുന്ന ഡബ് ചെയ്ത വെർഷനൊക്കെ വരുമ്പോൾ നമുക്ക് ഒരുപാട് അതിനകത്തിൽ ന്യൂനതകൾ അല്ലെങ്കിൽ നെഗറ്റീവ്സ് എന്തായാലും ഫീൽ ചെയ്യും. നമുക്ക് പലയിടത്തും എസ്പെഷ്യലി ഈ രശ്മിക മന്ദാനയുടെ കഥാപാത്രമൊക്കെ ഡബ് ചെയ്ത് ഇവിടേക്ക് വരുമ്പോഴത്തേക്ക് അതിനകത്ത് ഈ പറയുന്ന ക്രിഞ്ച് എഫക്റ്റ് എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് കൂടും. ഒറിജിനൽ വെർഷൻ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അത്രയും ആ ഒരു ക്രിഞ്ച് വെർഷൻ നമുക്ക് തോന്നുന്നില്ല. അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് തമിഴിലെങ്കിലും അത് കാണാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത്രയും ഇതുണ്ടാകുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. എനിക്ക് മൊത്തത്തിൽ സിനിമയിൽ ഈ പറയുന്ന നെഗറ്റീവ്സും ഇതിൻ്റെ പ്ലസ്സുകളും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഒരു 5-ൽ 3 കൊടുക്കാൻ തോന്നുന്നുണ്ട് ഈ സിനിമയ്ക്ക്. അത്ര കണ്ട് ഗ്രാൻഡാണ്. ഞാൻ പേഴ്സണലി പുഷ്പ 1 എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെടാത്ത ഒരു സിനിമ തന്നെയാണ്. അപ്പോൾ അതിനെ വെച്ച് നോക്കുമ്പോൾ എനിക്ക് പുഷ്പ 2 കുറച്ചുകൂടെ ഗ്രാൻഡായിട്ട് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും തോന്നി. പുഷ്പ 2 ദ റൂൾ. പുഷ്പ 2 ദ റൂൾ തീരുന്നത് ഇതിൻ്റെ തേർഡ് പാർട്ടിലേക്ക് പോകുന്നു എന്നുള്ളിടത്താണ് തീരുന്നത്. ഇനി തേർഡ് പാർട്ടിൽ ഈ പറയുന്ന പോലെ ഇത്രയും വലിയൊരു എക്സ്റ്റെൻഡഡ് വെർഷൻ ആകാതിരുന്നാൽ വളരെ നന്നായിരിക്കും. പുഷ്പ 3 ദ റാംപേജ്. താങ്ക് യു.